Nurture the nature so that we can have a better future. I'm Iron of class 12, here to welcome the great personalities to this auspicious occasion. The World Environment Day was established in 1972. The aim is encouraging worldwide awareness and action for the protection of our environment since its inception. The World Environment Day has developed into a global platform for raising awareness and taking action and is celebrated all over the world. Our school too is eco-friendly. Now I would like to welcome Mr. Anishial, who is a familiar personality to us. He serves as the BJP's Palakkad Regional Vice President, which combines the three districts of Thrissur, Malappuram and Palakkad. He holds an MSc in Yoga Philosophy from Sri Vyasa University, Bangalore, and is an outstanding yoga teacher and yoga therapist. Mr. Anish, who is a good farmer, is also the winner of Kadangod Gram Panchayat, the Paddy Grower Award in the year 2019 to 2020. He is also the Secretary of the National Youth Cooperative Society and is well known for spiritual preacher. Now I would like to invite the backbone of our school, Sister Shanmiria, and Vice Principal, Sister Gio Teres. In this special occasion, we have to interact with some eminent personalities. Mr. Priyan, Mr. Jose, Mr. Jayan, Mr. Chris Rindo and Mr. Xavier. Now I would like to invite all teaching and non-teaching staffs. At last, but not the least, I would now welcome all my dear friends. For the better tomorrow, plant more trees and make this planet a better place to live in. Save the green, let the earth smile. Thank you. Happy Environment Day. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. These are the lines of the great Indian poet and activist Sugata Kumari. She chaired the Kerala State Women's Commission and she also played a prominent role in the Save Silent Valley protest. Now, let's watch a tribute to Sugata Kumari teacher by Flavona from class 4th. കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടന്ന, ഇത് മഴയ്ക്കായി തൊഴുതു നടന്ന, അഴകിനായി കടലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി കടലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു. നിർമ്മല മാതാവ് സ്കൂളിലെ ആരാധ്യയായിട്ടുള്ള പ്രിൻസിപ്പൽ ഷാൻമരിയ സിസ്റ്റർ, മറ്റു ബഹുമാന്യരായിട്ടുള്ള അധ്യാപകരെ,
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നല്ലവരായ സജ്ജനങ്ങളെ, എൻ്റെ ഏറ്റവും പ്രിയങ്കരായ കർഷക മിത്രങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ വെബിനാറിൽ കൃഷിയെ സംബന്ധിച്ചാണ്. കാർഷിക മേഖലയുടെ സാധ്യതകൾ എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ചരിത്ര വിദ്യാർത്ഥികൾ 2 പ്രധാന കാലഘട്ടങ്ങളെ നമ്മൾ ഓർമ്മിക്കാറുണ്ട്. ഒന്ന് ക്രിസ്തുവിന് മുൻപ്, ഒന്ന് ക്രിസ്തുവിന് ശേഷം. അങ്ങനെ ചരിത്രം 2 ഘട്ടങ്ങളിലായിട്ട് രേഖപ്പെടുത്തുന്നു. ഈ വർത്തമാന കാലഘട്ടം പുതിയൊരു ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലിന് വിധേയമാവുകയാണ്. കൊറോണയ്ക്ക് മുന്നേയും കൊറോണയ്ക്ക് ശേഷവുമുള്ള ജീവിതക്രമം. ഈ കാലഘട്ടത്തിൽ പാൻഡമിക് അതിൻ്റെ എല്ലാ രംഗങ്ങളിലും അതിൻ്റെ സംഹാരതാണ്ഡവമാടുകയും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലും നമ്മൾ പറയാറുണ്ട്, വേർ ദർ ഇസ് എ വിൽ ദർ വെർ ഇസ് എ വേ. എവിടെ ഒരു ഇച്ഛയുണ്ടോ അവിടെ അതിനൊരു ശുഭകരമായ ഒരു മാർഗവുമുണ്ട് എന്ന് പറയാറുണ്ട്. ഇതേ രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ പ്രഗത്ഭമതികളായ എക്കണോമിസ്റ്റുകൾ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ 2 രംഗങ്ങൾ, 2 മേഖലകൾ വളരെയധികം സസ്റ്റൈനബിളായും കൊണ്ട് പുരോഗതി ആർജിക്കുന്നു എന്ന് പ്രവചിക്കുകയുണ്ടായി. വരാൻ പോകുന്ന ഏതാനും വർഷങ്ങൾ യാതൊരു തരത്തിലുള്ള ഭീഷണികളും നേരിടാതെ, ഫ്ലക്ച്വേഷനും നേരിടാതെ ഈ 2 മേഖലകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഒന്ന് കാർഷിക മേഖലയും മറ്റൊന്ന് ആരോഗ്യ മേഖലയുമാണ്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ വെബിനാറിൻ്റെ വിഷയം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ നമുക്ക് അതിലേക്ക് കിടക്കാം. ഏകദേശം 30% സ്ഥിരമായ രീതിയിലുള്ള അതിൻ്റെ വികസനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ സാമ്പത്തിക മേഖലയിൽ, ഈ 2 മേഖലകൾക്കും, കാർഷികത്തിനും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്കും. കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ഏതൊരു മേഖലയിലും, അത് കാർഷിക മേഖലയാവട്ടെ, കാർഷികേതര മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, തൊഴിൽ മേഖലയാവട്ടെ, സാമ്പത്തിക മേഖലയാവട്ടെ, വൈവിധ്യങ്ങളായ ഏത് പുതിയ മേഖലകളിലേക്കും നാം പുതിയ സംരംഭകരായി ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ സംരംഭകർ ശ്രദ്ധിക്കേണ്ട, അഥവാ അതിലേക്ക് ഇറങ്ങി വരുന്ന വ്യക്തിത്വങ്ങൾ ശ്രദ്ധിക്കേണ്ട പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളെ നമുക്ക് അധികരിച്ച് ചർച്ച ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഒന്ന് അതിൻ്റെ ഭീഷണികളാണ്, അഥവാ വെല്ലുവിളികളാണ് ആ മേഖലയുടെ. മറ്റൊന്ന് അതിൻ്റെ സാധ്യതകളാണ്. കാർഷിക മേഖലയുടെ വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തുടർച്ചയായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും, എങ്ങനെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഫ്ലഡ് സ്വാഭാവികമായിട്ട് 2018 ശേഷം തുടർച്ചയായിട്ട് വരുമ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഓഗസ്റ്റ് പകുതിയോട് കൂടിയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലഡ് കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ചു പോകാൻ സാധ്യതയുള്ള കൃഷികൾ സ്വാഭാവികമായിട്ട് ഓഗസ്റ്റിന് മുന്നേ നമ്മൾ ചെയ്യാതിരിക്കുക. ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടെ നമ്മൾ അതിന് സമയം കണ്ടെത്തി ആ കാർഷിക മേഖലയ്ക്ക് അത് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി തയ്യാറാവുക. മറ്റൊന്ന് വരൾച്ചയാണ്. വരൾച്ചയെ സംബന്ധിച്ചിടത്തോളം വരൾച്ച നേരിടുന്നു എന്ന് കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉണ്ട് എങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാലാവസ്ഥ പ്രവചനങ്ങൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ആ വരൾച്ച വരാൻ സാധ്യതയുള്ളതിനേക്കാൾ മുന്നേ 1 മാസമോ 2 മാസമോ ആയിട്ട് നമ്മൾ കാർഷിക മേഖലയെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ആ കാർഷിക കലണ്ടറുകളിൽ നമ്മൾ ഏറ്റക്കുറച്ചിലുകൾ വരുത്തി ചെയ്യുക എന്നുള്ളതാണ് ആ ഭീഷണിയെ മറികടക്കാനുള്ള പദ്ധതി. മറ്റൊന്ന് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണമാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വലിയ വലിയ വെയർ ഹൗസിംഗ് സംവിധാനങ്ങളൊന്നും ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലുള്ള അത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് സംഭരണശാലകളായി നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ തന്നെ നമുക്ക് സാധ്യമാകാവുന്ന അതിനുതകുന്ന രീതിയിൽ ചെലവ് കുറഞ്ഞ സംഭരണശാലകൾ നമുക്ക് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കണം. മൂന്നാമത് അവയുടെ വിപണനമാണ്. വിപണി കണ്ടെത്തുക എന്നുള്ളത് ഏതൊരു ഉൽപ്പന്നത്തെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷികമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് പല ഓപ്പൺ മാർക്കറ്റുകളും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിൽ തന്നെ നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നമുക്ക് മികച്ച വില കിട്ടാവുന്ന രീതിയിൽ നമുക്ക് വിപണികളെ കണ്ടെത്താൻ വേണ്ടി സാധ്യമാകും. മറ്റൊരു വശം ഇതിൻ്റെ സാധ്യതകളാണ്. സാധ്യതകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്നത്തെ ജനസംഖ്യ നമുക്കറിയാം, കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 3.5 കോടിയോളം വന്നിരിക്കുന്നു. അന്നും ഇന്നും മലയാളിയുടെ മുഖ്യമായ ആഹാരം എന്ന് പറയുന്നത് അരിയാണ്. അത് വ്യത്യസ്തങ്ങളായ വിഭവങ്ങളിലൂടെ പുട്ടായും ഇഡ്ഡലിയായും ദോശയായും എല്ലാം നമുക്ക് താല്പര്യത്തിനനുസരിച്ച് കഞ്ഞിയായും ചോറായും എല്ലാം മലയാളികൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നു.
അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഇന്ന് വരുന്നത് എന്താണെങ്കിൽ നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ കടന്നു വന്ന സമയത്ത് അരിക്ക് പകരമായി ഗോതമ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരന്നിരിക്കുന്നു. എന്നാലും വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അതിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ശാസ്ത്രീയമായി ഇവിടുത്തെ ഡയറ്റീഷ്യനും അതുപോലെ തന്നെ ആ മേഖലയിലുള്ള ആരോഗ്യ വിദഗ്ധരും അതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ച് നമുക്ക് പല രംഗങ്ങളിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവനെ ഉപയോഗിക്കാൻ സാധ്യമാകുന്നത് നല്ല രീതിയിൽ തവിട് കളയാതെ നമ്മൾ തന്നെ സംസ്കരിച്ചെടുക്കുന്ന നമ്മുടെ അരിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ മറ്റു വിഭവങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ സാധ്യതയാണ് ഈ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അഭിമാനപൂർവ്വം മലയാളി പറയാറുണ്ട്, നാം ഒരു ഉപഭോക്തൃ സ്റ്റേറ്റാണ് എന്ന് പറയാറുണ്ട്. ഈ ഉപഭോക്തൃ സ്റ്റേറ്റാണ് എന്ന് പറയുന്നത് നാം ഒരു സ്വയം പര്യാപ്തത നേടാൻ നമുക്ക് 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും സാധ്യമായിട്ടില്ല എന്ന ദുരന്തപൂർണമായ ഒരു വസ്തുത നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാത്തത്? നമുക്ക് അതിനുതകുന്ന രീതിയിലാണ് ഈ കാലഘട്ടത്തിന്, ഈ പ്രതിസന്ധി കാലഘട്ടത്തിന് നാം തയ്യാറാവേണ്ടത്. കാരണം എന്താ, ഇപ്പോൾ തന്നെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സമയത്ത് തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് പച്ചക്കറി ലഭ്യമല്ല, ആന്ധ്രയിൽ നിന്നും നമുക്ക് അരി ലഭ്യമല്ല, മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പലവ്യഞ്ജനങ്ങൾ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് സാധ്യമായ രീതിയിലുള്ള വിഭവശേഷിയും ധനശേഷിയും കായിക ശേഷിയും മനുഷ്യശേഷിയും നമുക്കിന്ന് കേരളത്തിൽ വേണ്ടുവോളമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവയെ വേണ്ടുവോളം ഉപയോഗിക്കുന്നതിനുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിപത്തുകൾ, ഭക്ഷ്യക്ഷാമം പോലെയുള്ള വരാനിരിക്കുന്ന വലിയ വിപത്തുകളിലേക്ക് കേരളം വലിച്ചിഴക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളൊക്കെ അധിവസിക്കുന്നത് ഈ എയ്യാൽ എന്നുള്ള ഗ്രാമത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്, ഈ എയ്യാൽ പ്രദേശവാസികൾ. അപ്പോൾ എയ്യാലിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ 2ാം സ്ഥാനത്ത് വിസ്തൃതിയുടെ കാര്യത്തിലും ഫലഭൂയിഷ്ഠതയുടെ കാര്യത്തിലും വിസ്തൃതമായ പാടശേഖരമാണ് നമുക്കുള്ളത്. വെറും 2 ഘട്ടങ്ങളിലായി സാമാന്യം 8 മാസം മാത്രമാണ് നമ്മൾ ഈ വയലുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കി 4 മാസം അവിടെ കിടക്കുകയാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ 4 മാസങ്ങൾ ഇടവിളയായും കൊണ്ട് നമുക്ക് മുതര, പയറ്, ഉഴുന്ന്, എള്ള്, അതുപോലെ തന്നെ പച്ചക്കറി വിഭവങ്ങൾ, ഇവയെല്ലാം തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധ്യമാകാവുന്ന രീതിയിലുള്ള ഫലഭൂയിഷ്ടമുള്ള മണ്ണും വെള്ളവും ഇവിടുത്തെ അന്തരീക്ഷത്തിന് നമ്മുടെ എയ്യാലിൻ്റെ ഗ്രാമത്തിലുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം നമുക്ക് സ്മരിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഈ നമ്മുടെ പൗരാണികമായ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ വേദത്തിൽ പറയാറുണ്ട്, മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യ, ഭൂമി എൻ്റെ മാതാവും ഞാൻ അവളുടെ പുത്രനുമാകുന്നു എന്നുള്ള അധമ്യമായ ഭവ്യമായ ഒരു കാഴ്ചപ്പാടാണ് ഈ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത്. വിഷ്ണു പുരാണത്തിൽ പറയാറുണ്ട്, ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ചവിട്ടുന്ന സമയത്ത്, കാൽപാദങ്ങൾ ഏൽക്കുന്ന സമയത്ത് പോലും അതിനെ തൊട്ട് നമസ്കരിക്കുന്ന ഭവ്യമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. പാദസ്പർശം ക്ഷമസ്വമേ, എൻ്റെ കാൽപാദങ്ങൾ നിന്നിൽ ഏൽക്കുന്ന സമയത്ത് നീ ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ഒരു അദമ്യമായ കാഴ്ചപ്പാട് ഭാരതീയതയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചൂഷണത്തിൻ്റെ മാർഗത്തിലല്ല നാം ഭൂമിയെ കണ്ടതും പ്രകൃതി വിഭവങ്ങളെ കണ്ടതും, മറിച്ച് ദോഹനത്തിൻ്റെ മാർഗത്തിലാണ് നാം അവയെ പൗരാണികമായി സ്വീകരിച്ചു പോകുന്നത്. ഈ മണ്ണും ഈ മലയും ഈ വെള്ളവും ഈ ശുദ്ധവായുവും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സുദിനത്തിൽ, ഈ പരിസ്ഥിതി സംരക്ഷണ സമയത്ത് ഒത്തൊരുമയോടുകൂടി നമുക്ക് മുന്നേറാം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഇടവിളയായിട്ട് നമ്മൾ ഈ വയലുകളിൽ ഏകദേശം ഒരു 4 ഏക്കർ വരുന്ന സ്ഥലത്ത് നമ്മൾ എള്ള് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥയുടെ പ്രതികൂല കാലാവസ്ഥ കാരണം നമുക്കത് വേണ്ടത്ര നമുക്കത് ഉപയോഗിക്കാൻ സാധിച്ചില്ല, സമാഹരിക്കാൻ സാധിച്ചില്ല. എന്താ എള്ള് ചെടികളൊക്കെ ഇവയെല്ലാം നല്ല പാകമായ എള്ളാണ്, എള്ളുവിത്തുകളാണ്. പക്ഷേ നമുക്കത് വേണ്ടത്ര നമുക്കത് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം പ്രതികൂല കാലാവസ്ഥ കാരണം അവയെല്ലാം കേടുവന്നിരിക്കുകയാണ്. To walk in nature is to witness 1,000 miracles. Respected chief guests, principal, parents, teachers, non-teaching staff, and my dear friends, a very green good morning to one and all. As we are celebrating the Environment Day today, I would like to speak on how much eco-friendly our school is. To begin with, our school is situated in a place called Eyyal,
which is known for its greenery. There are a lot of trees and plants in and around our school campus. And all these trees, plants and saplings are regularly groomed, watered and looked after. Our school campus also has a beautiful flower garden. Anyone who enters our school campus is guaranteed to get a peaceful and transient feeling. Apart from the regular plants and trees that we see everywhere, our school has initiated to plant a wide variety of medicinal plants and herbs in the school premises. And all these plants have a board right beside them on which their common name, their scientific name and their family name is inscribed. We also cultivate grape vines in our school. Few years back, our students had planted many saplings and plants in our neighbouring village, Chirannallur, as a part of their social commitment. Before the pandemic, our classrooms had indoor plants which were taken care of by the students. We also had an eco club where students spent their time in planting and gardening. Students also ensure to keep their surroundings clean. During those days, we used to have some classes outside our classrooms where we enjoyed the rustling of the leaves when the gentle breeze blew and the chirping of the birds. I truly miss those days. The eco-friendly nature of our school has attracted many butterflies and birds, and now our school campus is their home. The sight of the trees, plants, saplings, flowers, birds and butterflies is truly an aesthetic pleasure. On this Environment Day, let's vow to spend some time outside in the nature, appreciating its enchanting and mesmerizing beauty. I would like to conclude by saying, time spent in nature is never wasted because nature is the best art made by God. Thank you and have a glamorous green day ahead. India is called the land of farmers as most of the people of the country are directly or indirectly involved in the agriculture sector. Let's have an interacting session with farmers and students. ഈ കാലഘട്ടത്തിൽ കൃഷിയുടെ ആവശ്യകത എന്താണ്? ജൂൺ 5 പ്രകൃതി ദിനം. നമ്മുടെ പ്രകൃതിക്ക് വലിയ പരിക്കുകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതം വളരെയധികം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയെടുക്കുക എന്ന ഒരാശയം ഉടലെടുക്കുന്നത്. ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ കൃഷിക്കും കാർഷിക മേഖലയ്ക്കും വഹിച്ച പങ്ക് വളരെ വലുതാണ്. ലോകത്തിലെമ്പാടുമുള്ള കർഷകരും കൃഷിയുമെല്ലാം ഈ ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു കർഷകരും വനനശീകരണം നടത്തുന്നില്ല. ഒരു കർഷകനും മണ്ണിനെ മലിനമാക്കുന്നില്ല. ഒരു കർഷകരും പുഴയെയും തടാകങ്ങളെയും നദികളെയും മലിനീകരിക്കപ്പെടുന്നില്ല എന്ന തിരിച്ചറിവാണ് കാർഷിക മേഖലയാണ് നമ്മുടെ ആവാസയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമെന്ന ആശയം നാം തിരിച്ചറിയുന്നു. പുല്ലും പുൽച്ചാടി തവളയും പാമ്പും അടങ്ങുന്ന നമ്മുടെ ആവാസത്തെ നിലനിൽക്കുന്ന കാർഷിക മേഖലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. വിദ്യാളായ ആളുകൾ, വിദ്യാർത്ഥികളും യുവജനങ്ങളുമൊക്കെ കൃഷിയെയും കാർഷിക മേഖലയെയും സമ്പുഷ്ടമാക്കുന്നതിലേക്ക് നമ്മുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പരിസ്ഥിതി ദിനത്തിലും നാം പ്രതിജ്ഞ എടുക്കുന്ന പോലെ ഈ പരിസ്ഥിതി ദിനത്തിൽ നാം കാർഷിക മേഖലയിലേക്ക് നമ്മുടെ കണ്ണുകൾ നടുമെന്ന ഒരു പ്രതിജ്ഞ കൂടി എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പരിസ്ഥിതി ദിനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വളം ഉപയോഗിക്കാറുണ്ടല്ലോ. അത് ജൈവ വളമാണോ രാസവളമാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? അവ ഏതെല്ലാമാണ്? തെങ്ങ് തടെടുത്ത് അതിൽ ഇലവളം ഇട്ട് അതിൻ്റെ മുകളിൽ ചാണകം പരത്തി ആ അരിഞ്ഞു മൂടി അതാണ് ഇവിടുത്തെ ജൈവവളമായിട്ട് കൃഷി തരുന്നത് സമ്പ്രദായം.
അതുകൂടാതെ വാഴ ഒരു 1.5 അടി സമചതുരത്തിൽ 2 അടിയോളം വരും അതിൽ താഴ്ചയിൽ വാഴ വെച്ച് അതിൻ്റെ മുകളിൽ അതിൻ്റെ നടുക്കിൽ വാഴ വെച്ച് ഈ പറയുന്ന മാതിരി തന്നെ ഈ ഇലവളം ഇട്ട് നിറച്ച് അതിന് മുകളിൽ ചാണോ അല്ലെങ്കിൽ വെണ്ണീറോ അതിന് ഇട്ട് അരിഞ്ഞു മൂടി അങ്ങനെയാണ് വാഴ വയ്ക്കാറ്. വാഴ വെച്ച് വയ്ക്കുക. അതേമാതിരി തന്നെ തടെടുത്തിട്ടാണ് ഈ കവുങ്ങ് ഒക്കെ കൃഷി ചെയ്യാറുള്ളത്. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ കൃഷിയെ എങ്ങനെ ബാധിച്ചു? പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി നൽകാവുന്ന സന്ദേശം എന്താണ്? കൊറോണ ലോക്ക്ഡൗണൊക്കെ കൃഷിക്കാരനെ കാര്യമായി ബാധിച്ച ഒരു സംഭവമായിരുന്നു. കാരണം ലോക്ക്ഡൗൺ കാരണം വിപണികളില്ല, കാർഷിക സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റുന്നില്ല, കടകളില്ലാത്ത കാരണം കൊണ്ട് അവരുടെ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ പറ്റാതെ വന്നു. വിറ്റഴിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പണിക്ക് ആളെ കിട്ടാത്ത പ്രശ്നങ്ങൾ വന്ന്, പിന്നെ കാർഷിക പ്രവൃത്തികൾക്ക് ലോൺ എടുത്തിട്ടുള്ള പല ആളുകളുണ്ട്. അവർക്കൊക്കെ അത് തിരിച്ചടയ്ക്കാനുള്ള സമയമായിട്ട് പോലും പറ്റാത്തൊരു അവസ്ഥയാണ് വന്നത്. പുതിയ തലമുറ കൃഷിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ അടുത്ത കാലത്ത് കാണുന്നത്. അവർ മണ്ണിലിറങ്ങി പണിയെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കുറച്ച് നേരമെങ്കിലും നമ്മൾ കൃഷി ചെയ്യുക. വീടുകളിൽ കുറച്ച് സ്ഥലമുള്ള ആ സ്ഥലത്ത് ചെറിയ രീതിയിലൊക്കെ ഒരു പച്ചക്കറി അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്തിട്ട് മണ്ണിലിറങ്ങുക. പുതിയ തലമുറയ്ക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ മണ്ണിലിറങ്ങുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ മണ്ണിലിറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പട്ടിണി കൂടാതെ ജീവിക്കാം. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാം നല്ല വിധത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. കാർഷിക ലോണായാലും ശരി, വിത്ത്, വളം, അങ്ങനെയുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മറ്റുള്ള ജോലിക്ക് പോകുന്നവരാണെങ്കിലും ടെൻഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സാണ് കൃഷി. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ച് പച്ചക്കറി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വെച്ചുണ്ടാക്കി നമ്മളതിനെ നട്ട് വളർത്തി കൊണ്ടുവരുമ്പോൾ അതിന് നമുക്കൊരു മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. അപ്പോൾ അതുപോലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് നൽകുന്ന ഒരു സന്തോഷമുണ്ട് മനസ്സിന്, നല്ലൊരു സംതൃപ്തി. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഒരു പ്രത്യേക അനുഭൂതിയാണത്. തലമുറയ്ക്ക് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ കൃഷി നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അതിന് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. പിന്നെ രാസവളങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിലുള്ള കൃഷി രീതികൾ കൂടുതൽ ചെയ്ത് പഠിക്കുക. അതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇനി അതാണ് ആവശ്യം. ഈ അസുഖങ്ങളും മറ്റും സംഭവങ്ങളും രാസവളങ്ങൾ ഇട്ടിട്ടുള്ള പ്രശ്നം കൊണ്ടും മരുന്നടിച്ചിട്ടുള്ള പല കാരണങ്ങളെ കൊണ്ട് പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെ അസുഖങ്ങൾ കൂടുതലാണ് നമ്മൾ അത് കഴിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ പരമാവധി രാസവളങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിലുള്ള കൃഷി രീതി നമ്മൾ തുടരുക. ഈ കാലഘട്ടത്തിൽ മീൻ വളർത്തലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മത്സ്യം വളർത്തുന്ന കുളമാണ് ഞങ്ങളുടെ ഈ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 2 വർഷമായിട്ട് മത്സ്യത്തിനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ ആഹാരത്തിന് ആവശ്യമുള്ള മത്സ്യത്തിനെ ഞങ്ങൾ തന്നെ വളർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ വീട്ടിൽ അവരവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി
അവരവർക്ക് ആവശ്യമുള്ള മത്സ്യം അവരവർ തന്നെ വളർത്തി വലുതാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത മത്സ്യം നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യവും സംരക്ഷിക്കാൻ പറ്റും. ഈ കാലഘട്ടത്തിൽ വരുന്ന മത്സ്യങ്ങളെല്ലാതും ഒന്നില്ലെങ്കിൽ ദിവസങ്ങൾ കുറേ പഴകിയ മത്സ്യങ്ങളാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് രാസപദാർത്ഥങ്ങളൊക്കെ ഇട്ട മത്സ്യങ്ങൾ സൂക്ഷിച്ചിട്ട് അതാണ് നമുക്ക് കൊണ്ടുവരണമെന്നാണ് പറയണത്. നമ്മൾ വാർത്തയിലൊക്കെ കേൾക്കണതും കാണുന്നതൊക്കെ അതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ അവരവരുടെ വീടുകളിൽ ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടാക്കി മീനെ വളർത്തി എടുക്കുക. ഈ മീനിൻ്റെ വെള്ളത്തിൽ നിന്ന് വരുന്ന വേസ്റ്റ് അടിവെള്ളം കൊണ്ട് നമുക്ക് നനച്ച് വേറൊരു വളം ഇടേണ്ട ആവശ്യമില്ല. പച്ചക്കറികളിലേക്ക് ആ വളം എടുത്താൽ മതി. അപ്പോൾ നല്ല വിഷരഹിത പച്ചക്കറി നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിന് പരിശ്രമിക്കണം, നല്ലതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ് ഇപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഓരോന്നും വളർത്തി വലുതാക്കി നമ്മുടെ സ്വയം പര്യാപ്തത നമ്മൾ തന്നെ നേടുക. ഈ വിഷമില്ലാത്ത പച്ചക്കറി, വിഷമില്ലാത്ത മത്സ്യം നമുക്ക് വീട്ടിലെ ആവശ്യത്തിനുള്ളത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് തന്നെ സാധിക്കും. ഓരോ അമ്മമാരും അങ്ങനെ വിചാരിക്കുക. അപ്പോൾ എല്ലാവർക്കും അതുപോലെ സാധിക്കും. ഈ കൃഷി രീതിയിൽ അവലംബിച്ചു വരുന്ന പുതിയ സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണ് സർ? ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഞങ്ങളെപ്പോലെയുള്ള ചെറുകിട കർഷകരെ ഓർക്കുകയും അവർക്ക് വേണ്ടി ഇങ്ങനൊരു വേദി ഒരുക്കി തരികയും ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാൻമേരിയ സിസ്റ്ററിനോടും സ്കൂൾ അധികൃതരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിഷമില്ലാത്ത പച്ചക്കറികൾ എൻ്റെ വീട്ടുകാർക്ക് നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനൊരു ചെറിയ അടുക്കളത്തോട്ടം തുടങ്ങിയത്. ഇപ്പോൾ അതിൽ എല്ലാവിധ പച്ചക്കറികളും ഉണ്ട്. നമ്മളൊരു കൃഷിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ബേസിക്കായിട്ട് എങ്ങനെ ഒരു വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണം, മണ്ണ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നിട്ട് നമ്മൾ ഇറങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. ആദ്യം ഞാൻ പറയാം, നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാം. കടകളിൽ നിന്ന് നമുക്ക് ഹൈബ്രിഡ് വിത്ത് വാങ്ങാൻ കിട്ടും. അതല്ല നമ്മൾ വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ നല്ല ഹെൽത്തിയായ മദർ പ്ലാന്റിൽ നിന്നും വിത്ത് തിരഞ്ഞെടുക്കണം. ആദ്യവും അവസാനം ഉണ്ടാകുന്ന വിത്തുകൾ തിരഞ്ഞെടുക്കരുത്. ഇങ്ങനെ തിരഞ്ഞെടുത്ത വിത്ത് 5 മണിക്കൂർ വെള്ളത്തിലിടുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നത് വിത്ത് പെട്ടെന്ന് മുളച്ച് കിട്ടാനാണ്. ഈ വിത്ത് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കാം. 2. മണ്ണ്. നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിലെ മണ്ണിനെ കുറിച്ചിട്ട് നമുക്കൊരു അറിവുണ്ടായിരിക്കണം. ഇവിടുത്തെ മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കണ മണ്ണാണോ, അല്ലെങ്കിൽ അവിടെ എന്ത് കൃഷി ഇറക്കിയാൽ നമുക്ക് നല്ല വിളവ് ലഭിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ആ മണ്ണിൻ്റെ ഒരു സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആദ്യമായിട്ട് ഞാൻ പറയാം, മണ്ണ് എങ്ങനെയാണ് കൃഷിക്കായിട്ട് നമ്മൾ ഒരുക്കുന്നത് എന്നത്. മണ്ണ് ഒരുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായിട്ട് 2-3 പ്രാവശ്യം കിളച്ചു മറിക്കുക. അതിന് മുകളിൽ നമ്മൾ കുമ്മായം വിതറുക. കുമ്മായം വിതറുന്നത് മണ്ണിലെ അമ്ലത്വം തുല്യപ്പെടുത്തുന്നതിനും മണ്ണിലെ കീടനാശിനികൾ ഇല്ലാണ്ടാകുന്നതിനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുമ്മായം വിതറിയ മണ്ണിൽ ഒരു ചെറു നന കൊടുത്ത് 7 മുതൽ ഒരു 15 ദിവസം വരെ അങ്ങനെ ഇട്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. കുമ്മായം ഇട്ട മണ്ണിൽ ഉടനെ തന്നെ നമ്മൾ മറ്റുള്ള വളങ്ങൾ ചേർക്കാൻ പാടില്ല. വളങ്ങൾ ചേർക്കരുത് എന്ന് പറയുന്നത്, കുമ്മായം നല്ലൊരു കീടനാശിനിയാണ്. അത് നമ്മൾ ചേർക്കുന്ന വളത്തിലുള്ള നല്ലതും പൊട്ടയുമായ എല്ലാവിധ സൂക്ഷ്മ അണുക്കളെയും ഈ കുമ്മായം നിർവീര്യമാക്കും. അതുകൊണ്ടാണ് കുമ്മായം ചേർക്കുന്ന മണ്ണിൽ നമ്മൾ ഉടനെ മറ്റുള്ള വളങ്ങൾ ചേർക്കരുത് എന്ന് പറയുന്നത്. ഒരു ചെറിയ അടുക്കളത്തോട്ടം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്കും നമ്മുടെ തലമുറകൾക്കും വിഷരഹിതമായ ഒരു പച്ചക്കറികൾ കഴിച്ച് വളരാൻ സാധിക്കും. ഇതോടുകൂടി എൻ്റെ വാക്ക് നിർത്തുന്നു.
ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. Pleasant morning to one and all. Today is Environment Day, and it is my privilege to propose the vote of thanks. Earth, she is miracle, she is magical. Give her respect, she will give you back the same respect you give her. First of all, I would like to thank our chief guest, Mr. Anish Iyal, for spending his valuable time with us. Thank you, sir, for giving us such an inspiring speech. I would like to thank the farmers of Iyal, Mr. Jose, Mr. Chris, Mr. Priyan, Mr. Jayesh, for spending their time with us. Thank you for giving such a good message to our students. I would like to thank our principal, Sister Shan Maria, and our vice principal, Sister Gio Therese, for joining our meeting. A special thanks to our science teachers who organized this program. I would like to thank my dear friends for making this event a successful one. Happy Environment Day.